ഹലോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാമർ സ്റ്റഡി അപ്രോച്ചുകളെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും, വാട്ട് ഈസ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, അല്ലെങ്കിൽ കമ്പയർ ദ പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചസ് ഓഫ് ഗ്രാമർ സ്റ്റഡീസ്. ഇത്തരത്തിലൊരു ചോദ്യം വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതിന് നമ്മൾ എന്താണ് ഈ ആശയങ്ങളെന്ന് മനസ്സിലാക്കണം, എന്താണ് ഗ്രാമർ എന്നും ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ഗ്രാമർ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള സംഭവങ്ങളാണ് ഈ രണ്ട് ടോപ്പിക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ് ഗ്രാമർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക് കൺസെപ്റ്റ് ഓഫ് ഗ്രാമറാണ് നമ്മൾ ആദ്യം പറയുന്നത്. Grammar includes the rules that govern the way sentences are formed and words are used to make meaning. എന്താണ് ഗ്രാമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സെൻറ്റൻസുകളാക്കിയിട്ട് വാക്കുകളെ സെൻറ്റൻസുകളായി രൂപീകരിച്ച് അതിന് കൃത്യമായ ഒരു അർത്ഥം നൽകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന നിയമങ്ങളാണ്. അതായത് കാലങ്ങളായി തുടർന്നു പോരുന്ന നിയമങ്ങളാണ്. എന്തിനാണ് ഇങ്ങനൊരു നിയമം വെച്ചിരിക്കുന്നത്? അത് വാക്കുകൾ കൂട്ടിവെച്ച് അതിന് കൃത്യമായ ഒരു അർത്ഥം വരുന്ന രീതിയിൽ അതിനൊരു രൂപമുണ്ടാക്കാനാണ്. ഇംപ്രൂവിങ് യുവർ ഗ്രാമർ വിൽ മേക്ക് ഇറ്റ് ഈസിയർ ഫോർ യുവർ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് യുവർ റൈറ്റിംഗ്. ഈ ഗ്രാമർ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് അത് വായനക്കാരന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾ കൃത്യമായ ഒരു കാര്യം എഴുതുന്നു, അത് മറ്റൊരാൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അത് നിങ്ങൾ ഏറ്റവും കൃത്യമായ രീതിയിൽ അതിൻ്റെ ഗ്രാമർ ശരിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായനക്കാരന് കൃത്യമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവും. നിങ്ങളുടെ ഗ്രാമറിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുന്ന ആൾക്ക് അത് കൺഫ്യൂസിംഗ് ആയി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റൊരു ഭാഷയിൽ നമ്മൾ എഴുതുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ഗ്രാമർ കൃത്യമായി അറിയണം. കാരണം നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്, അത് നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതുന്ന സമയത്ത് ഗ്രാമർ കൂടി റെഡി ആവണം, അല്ലെങ്കിൽ ഇത് വായനക്കാരന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമർ പഠനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലേണിംഗ് അബൌട്ട് ഗ്രാമർ വിൽ എനേബിൾ യു ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ഫീഡ്ബാക്ക് ദാറ്റ് യു ആർ ഗിവൺ ഓൺ യുവർ അസൈൻമെൻറ്റ്സ്. നിങ്ങൾ എന്തൊരു വർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴും, അതൊരു അസൈൻമെൻറ്റ് ആയിക്കോട്ടെ, പരീക്ഷയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും എഴുതുന്നതായിക്കോട്ടെ, അത്തരത്തിൽ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കും. നിങ്ങൾ എഴുതിയിട്ട് അത് ആൾക്ക് മനസ്സിലായോ, വായിക്കാൻ സാധിച്ചോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ പിടുത്തം കിട്ടിയോ എന്നുള്ള കാര്യം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും എഴുതിയത് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്ന സമയത്താണ് മനസ്സിലാക്കുക, ഓക്കെ ഞാൻ എഴുതിയതൊക്കെ നോക്കിയ ആൾക്ക്, വാല്യുവേറ്റ് ചെയ്ത ആൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്, അല്ലേ? നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്നതാണ് പല ക്ലാസ്സുകളിലായിട്ട്. ഇത്തരത്തിൽ നിങ്ങൾ എഴുതുന്നത് എത്രത്തോളം ശരിയാവുമെന്ന് വെച്ചാൽ അത്ര ഗ്രാമർ നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആക്കുന്നു എന്നനുസരിച്ചാണ്. കൃത്യമായ കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലൊരു കാര്യമുണ്ട്, അത് നിങ്ങളങ്ങനെ എഴുതി പോകുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണോ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായും ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായ ഗ്രാമർ പഠിക്കുക തന്നെ വേണം. Grammar is the study of words, how they are used in sentences and how they change in different situations. ഗ്രാമർ എന്ന് പറയുന്നത് ഈസ് ദ സ്റ്റഡി ഓഫ് വേർഡ്സ്, വാക്കുകളെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലേ? ഓരോ വാക്കുകളും എന്താണ് എന്ന് പഠിക്കുന്നതാണ്. ഹൗ ദേ ആർ യൂസ്ഡ് ഇൻ സെൻറ്റൻസസ്, എങ്ങനെയാണ് ഓരോ സെൻറ്റൻസ് ബിൽഡ് ചെയ്യുമ്പോഴും നമ്മൾ അവയെ ഉപയോഗിക്കേണ്ടത്. ആൻഡ് ഹൗ ദേ ചേഞ്ച് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്മൾ പഠിക്കുന്ന പോലെ നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ് എന്ന് പറയുന്ന പോലെ തന്നെ, അതേപോലെ തന്നെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന രീതിയിൽ പല സാഹചര്യങ്ങളിൽ ഇതിന് പല സ്വഭാവങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് അല്ലെങ്കിൽ വാക്കുകളെക്കുറിച്ചുള്ള പഠനമാണ്. അതെങ്ങനെയാണ് ഓരോ സെൻറ്റൻസിലും ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. അതല്ലെങ്കിൽ ഓരോന്നിനും എന്തെല്ലാം മാറ്റങ്ങളാണ് ഓരോ സെൻറ്റൻസിൽ വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. ഈ പഠനത്തിലെല്ലാം രണ്ട് രീതിയിലുള്ള അപ്രോച്ചുകളുണ്ട്. There are two different ways that language has been talked about in disciplines that focus on the use of language.
ഒരു ഭാഷയുടെ പഠനത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ഗ്രാമറിൻ്റെ പഠനത്തിൽ പ്രധാനമായും 2 രീതികളുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. വർഷങ്ങളായിട്ട് തന്നെ ഇത്തരത്തിലൊരു തർക്കം തന്നെ നിലനിൽക്കുന്നുണ്ട്. We can talk about these different approaches to language as descriptive grammar versus prescriptive grammar. 2 രീതിയിലുള്ള അപ്രോച്ചുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, മറ്റൊന്ന് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. എന്താണ് ഇവ രണ്ടും എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് എന്താണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്നുള്ളത് മനസ്സിലാക്കാം. Prescriptive grammar describes when people focus on talking about how a language should or ought to be used. പ്രിസ്ക്രിപ്റ്റീവ് ആണ് ഇത്തരത്തിലുള്ള രീതി. അതായത് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് when people focus on talking about how a language should or ought to be used. എങ്ങനെയാണ് ഒരു ഭാഷ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന രീതിയാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, ഷുഡ് ഓർ ഓട്ട് ടു ബി യൂസ്ഡ് എന്നാണ് പറയുന്നത് അല്ലേ. നിർബന്ധമായും ഇങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്ന രീതിയാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. അതായത് ദിസ് അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് ദ എക്സ്പേർട്സ് നോ ഹൗ ദ ലാംഗ്വേജ് വർക്ക്സ്. ഈ രീതി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് എക്സ്പേർട്സ് നോ ഹൗ ദ ലാംഗ്വേജ് വർക്ക്സ്. വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഒരു ഭാഷ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയുകയുള്ളൂ. അതായത് കുറച്ച് പണ്ഡിതന്മാർക്ക് മാത്രമേ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ശരിയായി ഉപയോഗിക്കേണ്ടത് എന്ന് അറിയുകയുള്ളൂ. ദേ സെറ്റ് ഔട്ട് ആർബിട്രറി റൂൾസ് ആൻഡ് ഫോർ ഹൗ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ആൻഡ് ഫോർ വാട്ട് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, കുറച്ച് പണ്ഡിതന്മാർക്ക് അറിയാം എങ്ങനെയാണ് ഈ ഭാഷ ശരിയായി ഉപയോഗിക്കേണ്ടത് എന്ന്. ദേ സെറ്റ് ഔട്ട് ആർബിട്രറി റൂൾസ്. ഇങ്ങനെ ഈ പണ്ഡിതന്മാർ, ഈ ഭാഷാ പണ്ഡിതന്മാർ എന്ത് ചെയ്യും? കുറച്ച് നിയമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കും. അത് ആർബിട്രറി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായ ഉത്തരമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ലാംഗ്വേജിൽ അങ്ങനെയാണ്, ഭാഷയിൽ അങ്ങനെയാണ് എന്ന ഉത്തരം മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതാണ് ശരിയായ രീതി എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ആർബിട്രറി റൂൾസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നേരിട്ട് ബന്ധമില്ലാത്ത, പരസ്പരം ബന്ധമില്ല, അതായത് കൃത്യമായ ഒരു കാരണമോ കാര്യമോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള കുറേ നിയമങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഈ നിയമങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ വയ്ക്കും. എന്ത് നിയമങ്ങളാണ്? ഹൗ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ്, എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത്, ആൻഡ് ഫോർ വാട്ട് ഷുഡ് നോട്ട് ബി യൂസ്ഡ്, എന്തെല്ലാമാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത്. പ്രിസ്ക്രിപ്ഷൻസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രിസ്ക്രിപ്ഷൻസ് ബേസ്ഡ് ഓൺ നോംസ് ഡിറൈവ്ഡ് ഫ്രം എ പെർട്ടിക്കുലർ മോഡൽ ഓഫ് ഗ്രാമർ. എങ്ങനെയാണ് ഇവർ നമ്മുടെ മുമ്പിലേക്ക് നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ നോംസ് ഡിറൈവ്ഡ് ഫ്രം എ പെർട്ടിക്കുലർ മോഡൽ ഓഫ് ഗ്രാമർ. കൃത്യമായൊരു മോഡൽ, വ്യക്തമായിട്ടുള്ളൊരു മോഡൽ നമ്മുടെ മുമ്പിലേക്ക് ഡിറൈവ് ചെയ്യും, നമ്മുടെ മുമ്പിലേക്ക് രൂപപ്പെട്ടുകൊണ്ട്. അതായത് ഒരു രൂപം നമുക്ക് കാണിച്ചു തരും, ഇങ്ങനെയാണ് ശരിയായ രീതി, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്, എങ്ങനെയാണ് ഈ ഭാഷയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് അവർ പറഞ്ഞു തരും. വൺ വേ ടു റിമെമ്പർ ദിസ് അസോസിയേഷൻ ഈസ് ടു തിങ്ക് ഓഫ് ഗോയിങ് ടു എ ഡോക്ടേഴ്സ് ഓഫീസ്. അതായത് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം ഇവിടെ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത് ഒന്ന് ആലോചിക്കുക. വൺ വേ ടു റിമെമ്പർ ദിസ് അസോസിയേഷൻ, എന്താണ് ഈ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഉദാഹരണമാണ് ഗോയിങ് ടു എ ഡോക്ടേഴ്സ് ഓഫീസ്. നിങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വെൻ എ ഡോക്ടർ ഗീവ്സ് യു എ പ്രിസ്ക്രിപ്ഷൻ ഫോർ മെഡിക്കേഷൻ, it often includes directions about how you should take your medication as well as what you should not do when taking your medication. നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അസുഖങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും. ഡോക്ടർ അതൊക്കെ കേട്ടിട്ട് കൃത്യമായി അതിനുള്ള മരുന്ന് നിങ്ങൾക്ക് തരും. മരുന്ന് തരിക മാത്രമല്ല, അതെങ്ങനെയൊക്കെയാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്ന് പറയും. മാത്രമല്ല, ഈ അസുഖം വന്നതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഡോക്ടർ കൃത്യമായി നിങ്ങളോട് പ്രിസ്ക്രൈബ് ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്കും അത് തന്നെയാണ് അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു മരുന്ന്, നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ പറയുന്നത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് അല്ലേ. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്യുക. അത് ഡോക്ടറാണ് ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൾ.
അത്തരത്തിലുള്ള ഒരു പ്രിസ്ക്രിപ്ഷനാണ് എവിടെ നടക്കുന്നത്? പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറിൽ നടക്കുന്നത്. പണ്ഡിതന്മാർ പറയും എങ്ങനെ ഉപയോഗിക്കണമെന്ന്, അങ്ങനെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് ശരിയായ രീതി, അത് മാത്രമാണ് ശരിയായ രീതി. അവർ പറയുന്ന രീതിയിലല്ലാതെ മറ്റെന്തുപയോഗിച്ചാലും അത് തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അതിനെയാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ഒരു ഡോക്ടർ നമ്മളോട് പറയുന്നു, പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അവരെങ്ങനെയൊക്കെ കഴിക്കാൻ പാടും എങ്ങനെയൊക്കെ പാടില്ല എന്ന കാര്യങ്ങളും കൃത്യമായി പറയുന്നു. ഇൻ എ സിമിലർ വേ എ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ടെൽസ് യു ഹൗ യു ഷുഡ് സ്പീക്ക്. നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് കൃത്യമായി പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറിലെ ആളുകൾ പറഞ്ഞു തരും. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ടു അവോയ്ഡ്. ഏതെല്ലാം രീതിയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ടത്, എങ്ങനെയൊക്കെ നിങ്ങൾ പറയാൻ പാടില്ല. ദിസ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആസ് വെൽ ആസ് അതർ ലാംഗ്വേജ് ക്ലാസ്സസ്. എല്ലാ ഭാഷകളിലും അല്ലേ, ഒരു പരിധിവരെ എല്ലാ ലാംഗ്വേജിലെയും ഗ്രാമറുകൾ നമ്മൾ ഇങ്ങനെയാണ് കൂടുതലായിട്ടും പഠിക്കുന്നത്. അതായത് നമുക്കൊരുപാട് നിയമങ്ങൾ മുന്നോട്ട് വരും. ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെയാണ് ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞു വരും അല്ലേ. വെർ ദ എയിം ഈസ് ടു ടീച്ച് പീപ്പിൾ ഹൗ ടു യൂസ് ലാംഗ്വേജ് ഇൻ എ വെരി പെർട്ടിക്കുലർ വേ. വളരെ വ്യക്തമായ കൃത്യമായ രീതിയിൽ ലാംഗ്വേജ് പഠിപ്പിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. ടിപ്പിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് പ്രോപ്പർ ഓർ കറക്റ്റ്. അവർ തന്നെ പറയുന്നത്, ഈ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ് പറയുന്നത് അതാണ് പ്രോപ്പർ, ശരിയായ രീതി എന്നാണ്. മാത്രമല്ല കറക്റ്റ്, ഏറ്റവും കൃത്യമായിട്ടുള്ള അല്ലേ, കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള രീതി ഇത് മാത്രമാണ്. അതായത് മറ്റുള്ള രീതിയിൽ എങ്ങനെ നിങ്ങൾ ഗ്രാമർ ഉപയോഗിച്ചാലും എഴുതിയാലും അത് തെറ്റാണ് എന്ന് പറയുന്ന രീതിയാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറിനുള്ളത്. ഒരു പരിധിവരെ ഇംഗ്ലീഷ് ഗ്രാമർ റൂളുകളെല്ലാം ഇത്തരത്തിൽ പ്രിസ്ക്രിപ്റ്റീവ് രീതിയിലാണ് അല്ലേ. നമുക്ക് മുമ്പിൽ കുറേ നിയമങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ കൃത്യമായി അതുപോലെ പറയുക, അതുപോലെ നമ്മൾ അതുപോലെ തന്നെ എഴുതുക, അതുപോലെ തന്നെ ഉപയോഗിക്കുക. അങ്ങനെ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറുകളാണ് നമ്മളും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിനകത്തും ഈ പഠിക്കുന്ന പേപ്പറിനകത്തും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള സംശയം, ഓക്കെ, പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന രീതിയുണ്ട്, ഗ്രാമർ പഠന രീതിയുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. പക്ഷേ അത് മാത്രമല്ലേ ഉള്ളൂ, വേറെ രീതിയിൽ എങ്ങനെയാണ് ഗ്രാമർ പഠിക്കുക എന്നുള്ളതാണ്. അതാണെന്ത് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന രീതി. ഇനി നമുക്ക് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് നോക്കാം. Descriptive grammar, on the other hand, focuses on describing the language as it is used, not saying how it should be used. ഇതാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറുമായിട്ട് ഡിസ്ക്രിപ്റ്റീവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ പോലെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ഗ്രാമർ നിയമങ്ങൾ എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയല്ല ഇവിടെ ചെയ്യുന്നത്. Descriptive grammar focuses on describing the language as it is used. എങ്ങനെയാണോ ആളുകൾ ഭാഷ ഉപയോഗിക്കുന്നത് അത് കൃത്യമായി അതുപോലെ തന്നെ നിയമങ്ങളാക്കി മാറ്റുക. നോട്ട് സേയിങ് ഹൗ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന രീതിയല്ല. പ്രിസ്ക്രിപ്റ്റീവിൽ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ സ്റ്റഡി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആളുകൾ കൃത്യമായിട്ട് ലാംഗ്വേജ് നമുക്കറിയാം പണ്ടെങ്ങോ ഉണ്ടായി, പിന്നീട് മാറ്റങ്ങൾ വന്ന് ഇപ്പോൾ ഉള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് പല പല കാലങ്ങളായി പല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എങ്ങനെയാണോ ആ ഗ്രാമർ ഉപയോഗിക്കുന്നത് അതാണ് ശരിയായ രീതി എന്ന് വിശ്വസിക്കുന്ന രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ സ്റ്റഡി എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാമർ പഠനങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല അല്ലേ. അതായത് കൃത്യമായ റൂളുകൾ ഒന്നും ഇവിടെ ഇല്ല. വളരെ എളുപ്പമാണ്. എങ്ങനെയാണോ ഭാഷ ഉപയോഗിക്കുന്നത് അതാണ് ശരി. ഇനി അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. അതായത് പുതിയ കാലത്ത് പുതിയ മാറ്റങ്ങൾ വന്നാൽ അതിനെയും സ്വീകരിച്ച് മുന്നോട്ട് പോകും. അത്തരം രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് കുറച്ച് പുത്തൻ ആശയമാണ് അല്ലേ. പുതിയ സാഹചര്യങ്ങളോട് നമ്മൾ താദാത്മ്യം പ്രാപിക്കുക എന്ന് പറയും. മാറ്റങ്ങൾക്ക് വിധേയമാണ്. എങ്ങനെയാണോ ആളുകൾ സംസാരിക്കുന്നത്, എങ്ങനെയാണോ ഒരു ഭാഷ ഒരിടത്ത് ഉപയോഗിക്കുന്നത് അതിനെ വിശ്വസിച്ച് ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഭാഷാ പഠനമാക്കി മാറ്റുക, അത് പഠിക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് പഠിക്കുക. അതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. കൃത്യമായി ഒന്നുകൂടെ മനസ്സിലാക്കുക. ഫോക്കസസ് ഓൺ ഡിസ്ക്രൈബിംഗ് ദ ലാംഗ്വേജ്. എന്താണ് ഭാഷ എന്ന് പറഞ്ഞു തരിക തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ചെയ്യുന്നു. എങ്ങനെ? ആസ് ഇറ്റ് ഈസ് യൂസ്ഡ്. എങ്ങനെയാണോ അത് ഉപയോഗിക്കുന്നത്, ആളുകളാൽ അതെങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതാണ് ശരിയായ രീതി എന്ന് പറഞ്ഞു തരുന്ന രീതിയാണിത്. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ഡസ് നോട്ട് ഡീൽ വിത്ത് വാട്ട് ഈസ് ഗുഡ് ഓർ ബാഡ് ലാംഗ്വേജ്.
ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രിസ്ക്രിപ്റ്റീവിൽ പറഞ്ഞത് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതാണ് ശരി, മറ്റുള്ള എല്ലാ രീതികളും തെറ്റാണ് എന്ന് പറയുന്ന രീതിയാണ് പ്രിസ്ക്രിപ്റ്റീവിന് നമ്മൾ മുൻപേ പറഞ്ഞ രീതിക്കുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ഡസ് നോട്ട് ഡീൽ വിത്ത് വാട്ട് ഈസ് ഗുഡ് ഓർ ബാഡ് ലാംഗ്വേജ് യൂസ്. ഇവിടെ ശരിയായ അല്ലെങ്കിൽ തെറ്റായ, മോശമായ, നല്ലതായ ഇങ്ങനെ രീതികളൊന്നും ഇല്ല. അതായത് ഇന്ന രീതികൾ മോശമാണ്, ഇന്ന രീതിയിൽ വളരെ നല്ലതാണ്, ഇങ്ങനെയാണ് ശരിയായ രീതി എന്നൊന്നും ഇവിടെ ഇല്ല. ഫോംസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ദാറ്റ് മൈറ്റ് നോട്ട് ബി യൂസ്ഡ് ബൈ സ്പീക്കേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വുഡ് ബി റിഗാർഡ് ആസ് വാലിഡ് ആൻഡ് ഇൻക്ലൂഡഡ്. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ പ്രിസ്ക്രിപ്റ്റീവിൽ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഉണ്ട് അല്ലേ, ഇതാണ് സ്റ്റാൻഡേർഡ്, ഇതാണ് ശരിയായ രീതി എന്ന് പറയുന്ന രീതിയുണ്ട്. എന്നാൽ ഡിസ്ക്രിപ്റ്റീവിലേക്ക് വരുന്ന സമയത്ത് ഫോംസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ദാറ്റ് മൈറ്റ് നോട്ട് ബി യൂസ്ഡ് ബൈ ദ സ്പീക്കേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, നമ്മൾ ശരിയായ രീതി സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കാത്ത, ദാറ്റ് നോട്ട് ബി യൂസ്ഡ് ബൈ ദ സ്പീക്കേഴ്സ്, അവിടെ ഉപയോഗിക്കാത്ത പ്രയോഗങ്ങൾ വുഡ് ബി റിഗാർഡ് ആസ് വാലിഡ് ആൻഡ് ഇൻക്ലൂഡഡ്. അതും ശരിയാണ്, അതും ഇൻക്ലൂഡ് ചെയ്യുന്ന, അതിനെയും ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. അതായത് ശരിയായ രീതി ഇങ്ങനെയാണ്, ഇങ്ങനെ മാത്രമാണ് എന്നുള്ളൊരു അടിച്ചേൽപ്പിക്കൽ ഇവിടെയില്ല. അതായത് ഓരോ പ്രദേശത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവാം, ആ മാറ്റങ്ങളെയെല്ലാം സ്വീകരിക്കുന്ന ഒരു സ്വഭാവമാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിയൻസിന് ഉള്ളത്. അതായത് നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, ഇതാണ് ശരിയായ ഭാഷാ പ്രയോഗം, ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ മലയാളത്തിലും പറയാറുണ്ട് അല്ലേ, ഇതാണ് ശരിയായ വാക്ക്. മറ്റ് നമ്മൾ ഓരോ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളെയൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട്. അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിയൻസ് അത്തരക്കാരുടെ കൂട്ടയാണ്. എങ്ങനെ ഈ മാറ്റങ്ങൾ, ഇതൊന്നും ഒരു മാറ്റമല്ല. അതായത് ലാംഗ്വേജ് ഓരോയിടത്തും ആളുകൾ പറയും, അത് ഒരുപാട് കാലങ്ങളത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് അതെങ്ങനെയാണോ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ശരിയായ രീതി പറയുന്ന, ഇങ്ങനെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവർ പലരും പറയും അല്ലേ. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ അങ്ങനെ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ എന്നൊരു നിയമവുമില്ല. നമ്മൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കാം. ഓരോ സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, അതിനെ നമ്മൾ കൃത്യമായി അതുപോലെ പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശരിയായ രീതി, തെറ്റായ രീതി, അതായത് ഒരിക്കലും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, അത്തരം നിയമങ്ങളില്ല, അത്തരം നിയമങ്ങളൊന്നുമല്ല, പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ട്, അതൊന്നും നമ്മൾ സ്വീകരിക്കേണ്ട എന്നുള്ളൊരു സംഭവം ഇല്ല. അതായത് ഇവിടെ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആണ് എന്നർത്ഥം. ഇറ്റ് ഈസ് എ ഗ്രാമർ ബേസ്ഡ് ഓൺ ദ വേ എ ലാംഗ്വേജ് ആക്ച്വലി ഈസ്. ഒരു ഭാഷ എങ്ങനെയാണോ ഒരു നാട്ടിലുള്ളത് അതാണ് ഇവിടുത്തെ ഗ്രാമർ എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് ഹൗ സംതിങ് ഈസ് ഷുഡ് ബി, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ല. അതായത് ഇങ്ങനെയേ പറയാൻ പാടുള്ളൂ, ഇങ്ങനെയേ ചെയ്യാൻ പാടൂ എന്നുള്ള രീതിയല്ല. പകരം ഒരു നാട്ടിൽ ഒരു ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ദ കൺവെൻഷൻസ് ഫോളോഡ് ബൈ ദ യൂസേഴ്സ്. ഓരോ ഭാഷ ഉപയോഗിക്കുന്ന ആളും അയാൾ പിന്തുടരുന്ന കൺവെൻഷൻസ്, രീതികളെ ഫോളോ ചെയ്യുക, അതിൻ്റെ ഒരു റെക്കോർഡ് മാത്രമാണ് ഇവിടെ എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിയൻസ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ആളുകൾ എങ്ങനെയോ സംസാരിക്കുന്നു, കൃത്യമായി സംസാരിക്കുന്ന രീതിയുണ്ട്, അവർ പിന്തുടർന്നു പോരുന്ന ഒരു രീതിയുണ്ട്, അതിൻ്റെ ഒരു റെക്കോർഡ് മാത്രമാണ്. ആ ശീലങ്ങളുടെ, ആ കൺവെൻഷൻസിൻ്റെ ഒരു റെക്കോർഡ്, ഒരു കൃത്യമായ ആധികാരിക രേഖ മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. അതല്ലെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത് എന്നല്ല, പകരം ആളുകൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറ്റ് എക്സ്പ്ലെയിൻസ് വിത്ത് നോ സെൻസ് ഓഫ് വാല്യൂ ജഡ്ജ്മെൻറ്റ്. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിയൻസ് ഇവിടെ ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ് നിൽക്കുന്നില്ല. അതായത് ശരിയായ രീതി, തെറ്റായ രീതി എന്നുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. അതായത് നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ആളുകൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഡിസ്ക്രിപ്റ്റീവിലേക്ക് വരുമ്പോൾ എങ്ങനെയും ഭാഷ പറയാം എന്നുള്ളതല്ല. അതാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല പ്രിസ്ക്രിപ്റ്റീവിൽ. എന്നാൽ ഡിസ്ക്രിപ്റ്റീവിൽ നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ സമൂഹത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇത് കൃത്യമായി ഗ്രാമർ പഠനത്തിലേക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് കൃത്യമായൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഉദാഹരണം നോക്കാം. അപ്പോൾ കാര്യം നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. ഒരു ടീം എന്ന് പറയുന്നത് കുറച്ച് കടുംപിടുത്തക്കാരാണ്. അവർ കൃത്യമായി ഇങ്ങനെയേ പാടുള്ളൂ എന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ മറ്റുള്ളവർ കുറച്ചുകൂടെ ലിബറലാണ്. അവർ പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ആവാം, കാരണം ഒരുപാട് ചേഞ്ചുകൾ സമൂഹത്തിലും ലാംഗ്വേജിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ നമ്മൾ ഭാഷയിൽ ഉൾക്കൊള്ളണം എന്ന് പറയുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. അപ്പോൾ നമുക്ക് ആ കൃത്യമായ ധാരണ മനസ്സിലായിട്ടുണ്ടാവും.
പ്രിസ്ക്രിപ്റ്റീവുകൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെയേ പാടുള്ളൂ എന്ന് പറയുന്നവരും ഡിസ്ക്രിപ്റ്റീവുകൾ എങ്ങനെയാണ് ആളുകൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞ് അത് ആളുകളുടെ മുമ്പിലേക്ക് അത് പുതിയൊരു പഠനമായി മുന്നോട്ട് വയ്ക്കുകയും ചെറിയ ചെറിയ മാറ്റങ്ങൾ ആളുകൾ വരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ അതിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസിനുള്ളത്. നമുക്ക് ഉദാഹരണത്തിലൂടെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. Let me make it clear. Here is an example of a form that prescriptive grammarians believe to be wrong. അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണം പറയുകയാണ്. ആ ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഒരു സെൻറ്റൻസ് കൃത്യമായി താഴെ കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്താണ് ആ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. മനു ഈസ് ഓൾഡർ ദാൻ ഹർ. മനു ഈസ് ഓൾഡർ ദാൻ ഹർ എന്നാണ് ഈ സെൻറ്റൻസ്. ഇവിടെ സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടെ പ്രധാനം. കാരണം പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രയോഗം തെറ്റാണെന്നുള്ളതാണ്. എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ് പറയുന്നത് ഇത് ശരിയാണെന്നുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ് അങ്ങനെ പറയാനുള്ള അത് ശരിയാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കാര്യം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലേ? മനു ഈസ് ഓൾഡർ ദാൻ ഹർ. അവളെക്കാളും പ്രായമുള്ളതാണ് മനു. അല്ലേ? മനുവിന് അവളെക്കാൾ പ്രായമുണ്ട്. അതല്ലേ ഓൾഡർ എന്ന് പറയുന്നത്. സോ ആർക്കാണ് പ്രായം കൂടുതൽ എന്നുള്ളതൊക്കെ നമുക്കിവിടെ മനസ്സിലായി. പക്ഷേ ഇവിടെ ഹെർ എന്നുള്ളത് ആരാന്ന് നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഉദാഹരണത്തിൽ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും കാര്യം മനസ്സിലാവുന്നുണ്ട്. അല്ലേ? മാത്രമല്ല അങ്ങനെ ഒരു ഉപയോഗമുണ്ട്, അതിൽ വലിയ തെറ്റില്ല എന്ന് ഡിസ്ക്രിപ്റ്റീവുകൾ പറയുമ്പോൾ ഇങ്ങനെ ഒരിക്കലും ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്നവരാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ്. കാരണം നോക്കാം. Although the above form is used by actual speakers, prescriptive grammar considers it an example of bad language. അതായത് ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണിത്. മനു ഈസ് ഓൾഡർ ദാൻ ഹർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നൊരു രീതിയാണ്. എന്നാൽ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ് പറയുന്നത് ഇതൊരു തെറ്റായ പ്രയോഗമാണെന്നാണ്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ബാഡ് ലാംഗ്വേജ്. തെറ്റായിട്ടുള്ള ഒരു ഭാഷാ പ്രയോഗമാണ്, ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ്. എന്നിട്ട് അവർ പറയുന്നു ഇൻ ദെയർ വ്യൂ, അവരുടെ കാഴ്ചപ്പാടിൽ ദ റൈറ്റ് ഫോം ഷുഡ് ബി, എങ്ങനെയായിരിക്കണം ശരിയായിട്ടുള്ള പ്രയോഗം എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് അവർ പറയുന്നത്? മനു ഈസ് ഓൾഡർ ദാൻ ഷീ എന്നുള്ളതാണ് അവരുടെ ശരിയായ പ്രയോഗം. അതായത് പ്രിസ്ക്രിപ്റ്റീവ് പറയുന്നു ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതേണ്ടത്, മനു ഈസ് ഓൾഡർ ദാൻ ഷീ. എന്താണ് വ്യത്യാസം വന്നത്? ഹർ എന്ന് ഉപയോഗിക്കാൻ പാടില്ല, അല്ലേ? ഷീ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതിനവർ പറയുന്ന വാദം എന്താണ്? പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ് ബിലീവ് ദാറ്റ് ദ വേർഡ് ദാൻ ഈസ് യൂസ്ഡ് ആസ് എ കൺജങ്ഷൻ. ഇവിടെ ദാൻ എന്നുള്ളത് ഒരു കൺജങ്ഷൻ ആയിട്ടാണ്, പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കൺജങ്ഷൻ. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ സബ്ജക്റ്റ് പ്രോനൗൺ. അതുകൊണ്ട് തന്നെ ഒരു കൺജങ്ഷൻ ആയതുകൊണ്ട് അതിന് ശേഷം വരുന്നത് ഒരു സബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കണം. നമ്മൾ പ്രോനൗണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലേ? അതിൽ സബ്ജക്റ്റ് പ്രോനൗൺ ഉണ്ട്, ഒബ്ജക്റ്റ് പ്രോനൗൺ ഒക്കെ ഉണ്ട്. അതായത് സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് വരുന്നത്, ഒബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഒക്കെ ഉണ്ട്. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ ഭാഗത്താണ് വരുന്നത്, അല്ലേ? ഷീ എന്നുള്ളത്. ഇവിടെ മനു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പക്ഷേ ഇവിടെ ദാൻ എന്നുള്ളത് ഒരു കൺജങ്ഷൻ ആയതുകൊണ്ട് തന്നെ പിന്നീട് വരേണ്ടത് ഒരു സബ്ജക്റ്റ് പ്രോനൗൺ ആണ് എന്നാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസ് വാദിക്കുന്നത്. അതായത് അവർക്ക് കൃത്യമായ വാദങ്ങളുണ്ട്, ഇങ്ങനെയേ പാടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരമില്ല. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു കൺജങ്ഷനാണ് ദാൻ, അതുകൊണ്ട് സബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കണം. മനു ഈസ് ഓൾഡർ ദാൻ ഹർ എന്ന് പറയില്ല, മനു ഈസ് ഓൾഡർ ദാൻ ഷീ എന്നേ പറയുള്ളൂ. ദ കറക്റ്റ് ഫോം അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഷുഡ് ബി ഹീ ഈസ് ഓൾഡർ ദാൻ ഷീ. അതായത് ഇവിടെ കൃത്യമായിട്ടുള്ള രീതി പറയുകയാണെങ്കിൽ ഇവിടെ മനു എന്ന പേര് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഹീ, അല്ലേ? ഈസ് ഓൾഡർ ദാൻ ഷീ. അതായത് നമ്മൾ രണ്ടാമത് പറഞ്ഞ പോലെ മനു ഈസ് ഓൾഡർ ദാൻ ഷീ എന്ന പ്രയോഗമാണ് ശരി എന്നാണ് ഇവർ വാദിക്കുന്നത്. However, according to descriptive grammar, since the above form is used by actual language speakers and writers, it should be included in the data and studied. പക്ഷേ നമ്മൾ പറഞ്ഞു പ്രിസ്ക്രിപ്റ്റീവുകൾ പറയുന്നു മനു ഈസ് ഓൾഡർ ദാൻ ഷീ എന്നുള്ളതാണ് ശരി, അല്ലേ? അവരങ്ങനെ പറയുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതായത് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസിൻ്റെ ഇടയിൽ മനു ഈസ് ഓൾഡർ ദാൻ ഷീ എന്ന് പറയുന്നതാണ് ശരി. മാത്രമല്ല മനു ഈസ് ഓൾഡർ ദാൻ ഹെർ എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ തെറ്റാണ്. ആർക്ക്? പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമേറിയൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ
ഡിസ്ക്രിപ്റ്റീവ് ഗ്രമേറിയൻസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. ഹൗവർ, അക്കോർഡിംഗ് ടു ഡിസ്ക്രിപ്റ്റീവ് ഗ്രമേറിയൻസിൻ്റെ അഭിപ്രായത്തിൽ, സിൻസ് ദ എബവ് ഫോം ഈസ് യൂസ്ഡ് ബൈ ആക്ച്വൽ ലാംഗ്വേജ് സ്പീക്കേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള മനു ഈസ് ഓൾഡർ ദാൻ ഹർ എന്ന് പറയുന്ന പ്രയോഗം അവരുടെ അഭിപ്രായത്തിൽ എന്തല്ല, തെറ്റല്ല, മറിച്ച് എന്താണ്, അത് ശരിയാണ്. അങ്ങനെയും പറയാം. എന്തുകൊണ്ടാണ് അതും ശരിയാവുന്നത്? അതിനവർ കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഈസ് സിൻസ് ദ എബവ് ഫോം ഈസ് യൂസ്ഡ് ബൈ ആക്ച്വൽ ലാംഗ്വേജ് സ്പീക്കേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്. കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇത് കൃത്യമായ ആളുകൾ ഉപയോഗിക്കുന്ന രീതിയാണ്. അങ്ങനെയും ആളുകൾ പറയുന്നുണ്ട് അല്ലേ? ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ് ഗ്രമേറിയൻസിൻ്റെ റൂളാണ്. അതായത് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. കാരണം ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡാറ്റ. അതുകൊണ്ട് അവരുടെ ഡാറ്റയിൽ, ഡിസ്ക്രിപ്റ്റീവ് ഗ്രമേറിയൻസിൻ്റെ ഡാറ്റയിൽ അവരെന്ത് ചെയ്യും, അത് ഉൾപ്പെടുത്തും. ഡിസ്ക്രിപ്റ്റീവ് ഗ്രമേറിയൻസിന് കൃത്യമായിട്ട് അത് ഓക്കെയാണ്. ഡിസ്ക്രിപ്റ്റീവ് ഗ്രമേറിയൻസിൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന സെൻറ്റൻസ് ഓക്കെയാണ്, രണ്ടും ഓക്കെയാണ്. കാരണം രണ്ട് രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കടുംപിടുത്തം ആവശ്യമില്ല. അവർ പറയുന്നു, ദ വേർഡ് ദാൻ ഇൻ ദിസ് അനാലിസിസ് ഈസ് വ്യൂഡ് ആസ് എ പ്രിപ്പോസിഷൻ. അതായത് നമ്മുടെ സെൻറ്റൻസിനകത്ത് ദാൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. അതൊരു പ്രിപ്പോസിഷനായിട്ടും വേണമെങ്കിൽ എടുക്കാം. ആൻഡ് ഫോർ ദാറ്റ് റീസൺ ഇറ്റ് ക്യാൻ ബി ആർഗ്യൂഡ് ദാറ്റ് ദ സെൻറ്റൻസ് മനു ഈസ് ഓൾഡർ ദാൻ ഹർ ഈസ് ആൾസോ കറക്റ്റ്. അതായത് വേണമെങ്കിൽ ഇവിടെ ദാൻ എന്ന് പറയുന്ന ഈ പ്രയോഗം നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരു പ്രിപ്പോസിഷനായിട്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു കറക്റ്റ് ഫോമാണ്. കാരണം ഇവിടെ എന്ത് ചെയ്യാം, ഹെർ എന്നുള്ളത് ഉപയോഗിക്കാം. It can be argued that the sentence Manu is older than her is also correct and that her in this case function as the object of the preposition. കാരണം ഇവിടെ ഹെർ എന്ന് പറയുന്ന അത്തരത്തിൽ, അപ്പോൾ സെൻറ്റൻസിനകത്ത് ഹെർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് ഹെർ എന്ന് തന്നെ പറഞ്ഞാൽ മതി, ഷീ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നവർ പറയുന്നു. അതായത് ഇതിലും ഒരു ശരിയുണ്ട് എന്ന് പറയുന്നവരാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രമേറിയൻസ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് എന്തുണ്ട്, ഇത്തരത്തിൽ കൃത്യമായ റൂളുകളുണ്ട്. പ്രിസ്ക്രിപ്റ്റീവ് ഗ്രമേറിയൻസിനാണ് കുറച്ചും കൂടെ ഒരു ഗ്രാമർ പഠനത്തിൽ മുൻകൈ ഉള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഗ്രാമർ നിയമങ്ങൾ നമുക്കുണ്ട്. ഇങ്ങനെ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. എന്നാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, രണ്ട് രീതിയിലുള്ള അപ്രോച്ച് ഗ്രാമർ സ്റ്റഡിയിലുണ്ട്, പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചുകളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ഈ ക്ലാസ്സിലൂടെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഗ്രാമർ പഠനത്തിൽ രണ്ട് രീതികളാണ് ഉള്ളത്. ഒന്നാണ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്, മറ്റൊന്ന് പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്. അതിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി അല്ലേ? പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരിക. എന്നാലോ ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയാണ്, അത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതായത് എങ്ങനെയാണോ ഒന്നുള്ളത്, ഒരു ഭാഷ ആളുകൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. തീർച്ചയായിട്ടും എക്സാമിന് ഇത്തരത്തിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം വരുന്ന സമയത്ത് എന്താണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയാനും, ഡിസ്ക്രിപ്റ്റീവ് എന്നാണ് ചോദിക്കുമ്പോൾ പറയാനും, ഇവ തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ അല്ലേ, ഈ പറയുന്ന കൃത്യമായിട്ട് എങ്ങനെയാണ് ഇവർ വ്യത്യസ്തമായ അപ്രോച്ചുകളായി മാറുന്നത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. റിവിഷൻ ക്ലാസ്സിൻ്റെ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.